ഹലോ, അപ്പോൾ നമ്മുടെ ബാംഗ്ലൂരിലെ മറ്റൊരു ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എവിടെ പോവാ? ഇവളൊന്നും എവിടെയും പോവില്ലല്ലോ. ആര്? പാർക്ക് പോണോ? പ്രത്യേകിച്ച് ഒരു പ്ലാനും ഇല്ലാത്ത ഒരു സിമ്പിൾ ഡേ ആണ് കേട്ടോ ഇന്നത്തേത്. ഇവോസ് ഇതാ ഈവനിങ് ആയിട്ട് പാർക്ക് പോകണമെന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ട്. അപ്പം ഒന്ന് പാർക്കിൽ പോകണം, വേറെ പരിപാടിയൊന്നുമില്ല ഇന്ന്. ആദ്യമൊക്കെ വീട്ടിൽ നിന്ന് ഇവർ വരുമ്പം ഫുൾ ഓട്ടമായിരിക്കും, ഓരോ സ്ഥലത്ത് കറങ്ങുന്ന തിരക്കിലായിരിക്കും. ഒരു ദിവസം പോലും റൂമിൽ വെറുതെ നിൽക്കില്ല, ഫുള്ളിങ്ങനെ ഷെഡ്യൂൾ ചെയ്ത് വെച്ചായിരിക്കും ഇന്ന ദിവസം ഇവിടെ പോവാം അങ്ങനെ. ഇപ്പം പിന്നെ അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ ഇവർ കുറേ വട്ടം വന്നതുകൊണ്ട് ആദ്യമൊക്കെ വന്ന ടൈമിൽ തന്നെ ഞങ്ങളിങ്ങനെ ടൂറിസ്റ്റ് പ്ലേസ് അങ്ങനത്തെ ഏരിയാസൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനെ എല്ലായിടത്തിലും പോയിട്ടുണ്ട് ഒരുവിധം. അപ്പോൾ പിന്നെ അങ്ങനെ പോകാനൊന്നുമില്ല. ഇപ്പം മെയിനായിട്ട് ഞങ്ങൾ ഷോപ്പിങ്ങും പിന്നെ ഇവന് ഇവിടെ പാർക്കിൽ പോകാൻ ഇഷ്ടമാണ്. അപ്പം അങ്ങനെ പാർക്കിലും പോവും, വേറെ അങ്ങനെ എവിടെയും പോകാറില്ല. പിന്നെ ഫുഡ് കഴിക്കാൻ പോവും, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഇപ്പം ബാംഗ്ലൂർ ഇവർ വന്നു കഴിഞ്ഞാൽ ഇവർക്കൊക്കെ ഒരു റെസ്റ്റ് എടുക്കാൻ കിട്ടുന്ന ടൈമാണ്. ഇപ്പം നാട്ടിലാവുമ്പം ഏട്ടന് ഫുൾ ടൈം ബിസി ആയിരിക്കും, വണ്ടിയിൽ പോകുന്നതും അങ്ങനെയൊക്കെ തിരക്കിലായിരിക്കും. പിന്നെ വീട്ടിലാണെങ്കിൽ അമ്മയ്ക്കും ചേച്ചിയൊക്കെ കിച്ചണിലും അങ്ങനെ വീട്ടിലെ ഓരോ വർക്കൊക്കെ ആയിട്ട് അങ്ങനെ എന്തായാലും ഒരു തിരക്കുണ്ടാവുമല്ലോ. പിന്നെ അച്ഛനും അങ്ങനെ ഓരോ തിരക്കിലായിരിക്കും. ഇതിപ്പോൾ എല്ലാവരും കൂടി ഫ്രീ ആയിട്ട് ഇങ്ങനെ വെറുതെ നിൽക്കുന്ന ടൈം ശരിക്കും ഇവിടെ വന്നാലാണ് കിട്ടുന്നത്. ഈ ഒരു ചെറിയ റൂമിൽ നമ്മുടെ ഫാമിലി എല്ലാവരും കൂടി ഒന്നിച്ച് നിൽക്കുമ്പം കിട്ടുന്നൊരു സന്തോഷം ഉണ്ടല്ലോ. നമ്മൾ ഫുഡൊക്കെ ഇങ്ങനെ പങ്കുവെച്ച് കഴിക്കുക, എല്ലാവരും കൂടി സംസാരിച്ചിരിക്കുക, ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിക്കുക. ഞങ്ങൾക്ക് വീട്ടിലങ്ങനെ എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിക്കുക എന്ന് വളരെ കുറവാണ്. കാരണം എല്ലാവരും ഒരു ടൈമിലെത്തുന്നത് കുറവായിരിക്കും. എല്ലാവരും ഓരോ ടൈമിലാണ് ഫുഡ് കഴിക്കാറ്. പിന്നെ അമ്മയും ചേച്ചി ഞാനൊക്കെ ഒന്നിച്ചിരുന്ന് കഴിക്കും. ഏട്ടനെ തീരെയും കിട്ടാറില്ല, അച്ഛനും ഞങ്ങളുടെ കൂടെ കഴിക്കാറുണ്ട്. അങ്ങനെ ഇപ്പോൾ ഇവിടെ നിന്നാകുമ്പോൾ പിന്നെ എല്ലാവരും ഒന്നിച്ചിരുന്നായിരിക്കും ഫുഡ് കഴിക്കുന്നുണ്ടാവുക. എല്ലാവരും ഒന്നിച്ചാണ് കിടക്കുന്നത്, ഒന്നിച്ച് കഥയൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുമ്പം രസമാണ്. എൻ്റെ അച്ഛനാണ് എന്റേതാ. അച്ചിച്ച എനിക്ക് മിഠായി കൊണ്ടുവരണേ, എനിക്ക് ഫ്രൂട്ട്സ് കൊണ്ടുവരണേ. അച്ചിട്ടില്ലല്ലോ. അഞ്ചു കുട്ടിയോ? ഈ ചോറുന്നോ? അത് അങ്ങനെ കിടക്കണേ. ഇലുമിനാട്ടി. ഓഹോ എന്റെ അച്ഛനാട്ടോ, എന്റെ അച്ഛനാണ്, എന്റെ അച്ഛനാ. അച്ഛയ്ക്കാണല്ലോ മിഠായി കൊണ്ടുവരല്. ഇവളെവിടെ എത്തിയേ?
അച്ഛനും അമ്മയും ഇവള് പെരുമണ്ണ എത്തിയോ? അച്ഛനും അമ്മയും ഇവിടെ എത്തി. ഏ ഇവിടെ അച്ഛനും അമ്മയും ഇവിടെ എത്തി. അച്ഛനും അമ്മ എവിടെ എത്തിയെന്നോ? അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞേരെ ഇതാ എല്ലാവരും കിടക്കായിരുന്നു കുറേ നേരം. പിന്നെ അങ്ങനെ കിടക്കുന്ന കഥ പറയുന്നു, യൂസിൻ്റെ കൂടെ കുറേ കളിക്കുന്നു, അങ്ങനെ പോകുന്നു. അത് കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ കുറച്ച് നേരം പാക്കിംഗ് ഒക്കെ നടത്തി. അത് കഴിഞ്ഞേരം ഞങ്ങൾ ഈവനിങ് ആയപ്പം പാർക്കിലേക്ക് ഇറങ്ങി യൂസിൻ്റെ കൂടെ നടക്കാൻ. ഇവിടെ വരുമ്പോഴാട്ടോ അച്ഛൻ അച്ഛൻ എപ്പോഴും വീട്ടിൽ നിന്ന് ഫുൾ സ്ലീവാണ് യൂസ് ചെയ്യുന്നത് ഷർട്ട്. അപ്പോൾ ഇവിടെ വരുമ്പോഴാണ് അച്ഛൻ ഹാഫ് സ്ലീവ് ഇട്ടിട്ടും പിന്നെ പാൻറ്റൊക്കെ അച്ഛൻ നാട്ടിൽ നിന്നാകുമ്പോൾ എപ്പോഴും മുണ്ട് മാത്രമേ എടുക്കാറുള്ളൂ. അപ്പം ഇവിടെ വരുമ്പോഴാണ് അച്ഛൻ പാൻറ്റൊക്കെ ഇടുന്നത്. അപ്പോൾ ഇവിടെ വരുമ്പോൾ അച്ഛനെ കാണാൻ വേറെ ആളാണ്. അച്ഛന് ഇവിടെ വരുമ്പം ഇതാട്ടോ കംഫർട്ടായിട്ടുള്ള ഡ്രസ്സ്. പിന്നെ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ഇതാണല്ലോ കുറച്ചുകൂടി കംഫർട്ട്. ഇവൂസ് നല്ല കുഞ്ഞാകുമ്പം തന്നെ ഇവിടെ വരാൻ തുടങ്ങിയതാണ്. അപ്പം പിന്നെ ഇവൂസിന് ഈ ഒരു ഏരിയ ഒക്കെ ഏറെക്കുറെ ഇവൂസ് തന്നെ പഠിച്ചിട്ടുണ്ട്. ഈ പാർക്കിലൊക്കെ അത്രയും ചെറുതാകുമ്പോൾ വരാൻ തുടങ്ങിയതാണ്. അപ്പോൾ ഇവിടെ വരാൻ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇവിടെ വന്നിട്ട് ഓരോ ഇതിൻ്റെ മുകളിലൊക്കെ യൂസ് പറ്റി പിടിച്ച് കയറുന്നതും പിന്നെ ഈ ഹൈറ്റ് ഉള്ളതിൻ്റെ മുകളിലൊക്കെ യൂസ് ഇങ്ങനെ ഒറ്റയ്ക്ക് കയറിയിട്ട് ഇങ്ങനെ സ്ലൈഡർമിൽ വരുമ്പോൾ ഒക്കെ ചെയ്യും. ഇപ്പോഴാണ് അറിയുന്നത് ആൾ ഇത്രയും വലുതായി പോയെന്ന്. ഇവിടെ പുറത്ത് തന്നെ ഒരു ചിക്കൻ കബാബൊക്കെ കിട്ടുന്ന സ്ഥലമുണ്ട്. അപ്പം ഇവിടെ നിന്ന് ഞങ്ങൾ പാർക്കിൽ നിന്ന് കുറേ കളിച്ച് കഴിഞ്ഞാൽ പിന്നെ അധികം അവിടെ നിന്ന് ചിക്കൻ കബാബൊക്കെ വാങ്ങിയിട്ട് കഴിക്കും. യൂസിന് അത് ഇഷ്ടമാണ് ആ ചിക്കൻ കബാബ്. ഇവിടെ ബാംഗ്ലൂർ അധികം ആൾക്കാരെന്നല്ല ഒരുവിധം എല്ലാവരും വൈകുന്നേരമൊക്കെ സ്പെൻഡ് ചെയ്യാൻ ഇതുപോലെ പാർക്കിലേക്കായിട്ട് വരിക. ഇവിടെ എല്ലാ സ്ഥലത്തും മുക്കിന് പാർക്ക് തന്നെയാണ്. ഓരോ ഏരിയയ്ക്ക് ഓരോ പാർക്ക് എന്ന് പറഞ്ഞത്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ വേറൊരു പാർക്കും കൂടി ഉണ്ട്. ഇവിടെ പിന്നെ നമ്മുടെ നാട്ടിലെ പോലെ ഇവർക്ക് നടക്കാനും അതിനൊന്നും ഇങ്ങനെ ഒഴിഞ്ഞ സ്ഥലം അങ്ങനെയൊന്നും ഉണ്ടാവില്ലല്ലോ. ഇപ്പം എല്ലാവരും ഇങ്ങനെ പാർക്കിലൊക്കെയാണല്ലോ നടക്കുന്നത്. ഇവിടെ പിന്നെ മരങ്ങളൊക്കെ ഉള്ളത് ഈ പാർക്കിൽ തന്നെ ആയിരിക്കും. പിന്നെ ഉള്ളത് ഫുള്ള് ബിൽഡിങ്ങുകളും റോഡും അല്ലേ, വേറെ സ്ഥലമൊന്നുമില്ലല്ലോ. ശരിക്കും ഇതൊരു നല്ല കോൺസെപ്റ്റാണ് കേട്ടോ. കാരണം ഈ പാർക്കിൽ ഇതുപോലെ ഇങ്ങനെ കുറേ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർ ഒന്നിച്ച് കൂടുന്ന, അവരൊന്നിച്ചിരുന്ന് സംസാരിക്കുന്ന, അതൊക്കെ നല്ലൊരു കാര്യമല്ലേ. ഇപ്പം കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ അവർക്കൊക്കെ അവരൊരു ഏജിലുള്ള ആൾക്കാരെ ഇങ്ങനെ കണ്ട് ഒന്നിച്ചിരുന്ന് സംസാരിക്കുമ്പോൾ മനസ്സിനൊക്കെ ഒരു റിലീഫ് കിട്ടില്ലേ. അതുപോലെ ഇവിടെ പാർക്കിൽ ഇങ്ങനെ കുറേ ഗ്രൂപ്പായിട്ട് ഇങ്ങനെ ആൾക്കാർ നിൽക്കുന്നുണ്ടാവും. ഒരു 10-20 ആൾക്കാരൊക്കെ ആയിട്ടുള്ള അങ്ങനത്തെ ഇങ്ങനെ ഗ്രൂപ്പുകളായിട്ട് പെണ്ണുങ്ങളും ആണുങ്ങളും അങ്ങനെ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. അവരിങ്ങനെ ഓരോന്നിങ്ങനെ എക്സസൈസ് ചെയ്യുന്നുണ്ടാവും ഒന്നിച്ച്. നമ്മൾ ഈ ഫിലിമിലൊക്കെ കാണാറില്ലേ, എല്ലാവരും കൂടി ഇങ്ങനെ ഒന്നിച്ച് ചിരിക്കുന്നു, കൈ കൊട്ടുന്നു, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ചെയ്യുന്നത്. അതുപോലെ ഇങ്ങനെ ഓരോന്ന് ഇവർ ചെയ്യുന്നത് കാണാം ഇവിടെ വരുമ്പം. ഞാനും കുറച്ച് കാലമായിട്ട് സ്ഥിരമായിട്ട് ഓഫീസ് കഴിഞ്ഞാൽ ഇവിടെ പാർക്കിൽ വന്ന് നടക്കാറുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഞങ്ങൾക്ക് ഓഫീസിൽ നിന്ന് ഒരു വാച്ച് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഡെയിലി 8K സ്റ്റെപ്പ് നടന്നാക്കുകയാണെങ്കിൽ നമുക്ക് മന്ത്ലി ഒരു ആമസോൺ വൗച്ചർ കിട്ടും 2500 രൂപേൻ്റെ. അപ്പോൾ അത് വെച്ചിട്ട് ആ ആമസോൺ വൗച്ചർ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്യാമല്ലോ. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ട് ഇങ്ങനെ നടന്ന് സ്റ്റെപ്പ് ആക്കാറുണ്ടായിരുന്നു. ഇപ്പം കുറച്ചായിട്ട് പിന്നെ മടിയൊക്കെ പിടിച്ചു. അതിനുശേഷം പിന്നെ ഇവിടേക്ക് നടക്കാൻ വരാറൊന്നുമില്ല, സ്റ്റെപ്പ് കൗണ്ട് തന്നെ ആക്കാറില്ല. പക്ഷെ ശരിക്കും നമ്മൾ എന്തെങ്കിലും എക്സസൈസൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാട്ടോ. അത് നമ്മുടെ മൈൻഡിനും പിന്നെ നമുക്ക് തന്നെ ഒരു പോസിറ്റിവിറ്റി ഒക്കെ തോന്നും, പിന്നെ ഹെൽത്തി ഒക്കെ ആവുമല്ലോ. ഞാൻ റൂമിലൊക്കെ ഇങ്ങനെ വെറുതെ ബോറടിച്ചിരിക്കുകയാണെങ്കിൽ ഇവിടെ പാർക്കിലൊക്കെ വന്നിരിക്കാറുണ്ട്. പിന്നെ അതുപോലെ പാർക്കിൽ ചിലപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ നടക്കാനിറങ്ങും. പിന്നെ റോഡിലൂടെയൊക്കെ ഇങ്ങനെ നടക്കും. ബാംഗ്ലൂർ മിസ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളിലൊന്ന് അത് തന്നെയായിരിക്കും. ഫസ്റ്റായിട്ട് ഞാൻ മെയിനായിട്ട് മിസ് ചെയ്യാൻ പോകുന്ന കാര്യം ഇവിടുത്തെ ബാംഗ്ലൂർ ഷോപ്പിംഗ് ആണ്. നമുക്ക് ബാംഗ്ലൂർ ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, എല്ലാ സാധനവും ഭയങ്കര ചീപ്പായിട്ട് കിട്ടും. ഇപ്പോൾ ഡ്രസ്സൊക്കെ ആണെങ്കിൽ തന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ജീൻ്റെ ടോപ്പിനൊക്കെ മാക്സിമം പോയാൽ 250 രൂപ, അതിൽ കൂടാറില്ല. ആ സെയിം ഇവിടെ നമ്മൾ ബാംഗ്ലൂർ വാങ്ങുന്ന സെയിം സാധനം നാട്ടിൽ 1000ഉം 900 കൊടുത്ത് എങ്ങനെ വാങ്ങിക്കാനാ. അതുപോലെ ഇവൂൻ്റെ ഡ്രസ്സൊക്കെ ആണെങ്കിലും ഇവൂൻ്റെ ഞാൻ ഇവിടുന്ന് വാങ്ങിക്കുന്ന ഡ്രസ്സിനൊക്കെ നല്ല ചീപ്പാണ്. അതും മാക്സിമം 150 രൂപയൊക്കെ വരുള്ളൂ. അപ്പം അങ്ങനെ എല്ലാ സാധനവും നമുക്ക് നല്ല ചീപ്പായിട്ട് കിട്ടും. അതുപോലെ മിസ് ചെയ്യാൻ പോകുന്നത് ഇവിടുത്തെ ഡിമാർട്ടിലൊക്കെ പോയിട്ട് ഇങ്ങനെ എല്ലാ സാധനവും കണ്ടൊക്കെ സാധനങ്ങൾ മൊത്തം വാങ്ങിച്ച് കൂട്ടാറുണ്ടായിരുന്നു. പിന്നെ മെയിനായിട്ട് പറയേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ,
നമ്മൾ ഇതിലെങ്ങനെ ഒറ്റയ്ക്കൊക്കെ നടന്നു പോവുകയാണെങ്കിൽ ആരും നമ്മൾ ശ്രദ്ധിക്കില്ല. നമ്മുടെ ഡ്രസ്സിങ്ങോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ആരും ശ്രദ്ധിക്കില്ല. ഇപ്പം നാട്ടിലൊക്കെ ആണെങ്കിൽ പറയണ്ടല്ലോ, എല്ലാവർക്കും അറിയില്ലേ, ഓരോ കണ്ണുകൾ, തുറിച്ച് നോട്ടങ്ങൾ സഹിക്കാൻ പറ്റില്ല എൻ്റെ പൊന്നു. ഇതിൽ നടക്കുമ്പം എനിക്ക് തന്നെ ഒരു ധൈര്യമാണ്, ഒരു കോൺഫിഡൻ്റ് ആണ്. പിന്നെ ഒരു പേടിയൊന്നും തോന്നാറില്ല. ഇപ്പോൾ രാത്രിയൊക്കെ ഇറങ്ങി നടക്കുകയാണെങ്കിലും ഒറ്റയ്ക്ക് നടക്കുമ്പോഴും എനിക്കൊന്നും ഇതുവരെ പേടി തോന്നിയിട്ടില്ല. ഇതുവരെ ആരുടെ അടുത്തുനിന്നും അങ്ങനെ മോശമായിട്ടൊന്നും അങ്ങനത്തെ അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടുമില്ല. ഒരു ധൈര്യമായിരുന്നു ഇതിൽ നടക്കാൻ. പിന്നെ നമുക്ക് വേണ്ടപ്പം പുറത്തിറങ്ങാം, വേണ്ടപ്പം കയറാം. അത് ഒരു ഫ്രീഡം ഉണ്ടായിരുന്നു ഇവിടെ. നാട്ടിലതില്ല എന്നല്ല, വീട്ടിലിപ്പം അങ്ങനെ ലേറ്റ് ആവുന്നതോ അങ്ങനത്തെ ഒരു ഇഷ്യൂ ഇല്ലെങ്കിലും നമ്മളൊന്ന് ലേറ്റായിട്ട് വരുമ്പം നാട്ടുകാരെ തുറിച്ച് നോട്ടം അതെന്തായാലും ഉണ്ടാവും. അങ്ങനത്തെ ഒരു പരിപാടികളും ബാംഗ്ലൂരില്ല. ഇവിടെ നമുക്കൊരു ഫ്രീഡം ഉണ്ട്. നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ജീവിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം അധികവും ഞങ്ങൾ മോമോസ് വാങ്ങി കഴിക്കാറുണ്ടേ.